ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അക്ഷയ് ടെക് വ്ലോഗ്സ്. നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ 15,000 രൂപയ്ക്ക് OnePlus Nord സീരീസിലെ ഒരു ഫോൺ വരാൻ പോവുകയാണ്. OnePlus Nord Lite എന്നായിരിക്കും ഇതിൻ്റെ പേരെന്നാണ് ഇപ്പോൾ റൂമേഴ്സും കാര്യങ്ങളൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ സ്പെക് ആൻഡ് ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. അതിന് മുമ്പ് തന്നെ OnePlusൻ്റെ നോഡ് ലോഞ്ച് ചെയ്യുന്നത് ജൂലൈ 21 ആയിരിക്കും. ഇതിൻ്റെ ഒരു ലോഞ്ചിങ് രീതി എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടായിരിക്കും. ഒരു വെർച്വൽ റിയാലിറ്റിയിലൂടെ ആയിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ OnePlus Nord AR എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യുക. ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഇതിൻ്റെ പെർമിഷൻസും കാര്യങ്ങളെല്ലാം ആക്സസ് ചെയ്ത ശേഷം നിങ്ങൾ ആമസോണിൽ നിന്നും ഇതിൻ്റെ ഒരു ഇൻവിറ്റേഷൻ വൗച്ചറുണ്ട്. അത് 99 രൂപയാണ് ഇതിൻ്റെ വിലയെന്ന് പറയുന്നത്. ഇത് പർച്ചേസ് ചെയ്യും. അതിനുശേഷം ഇതിലൊരു QR കോഡ് കാണും. ആ ഒരു QR കോഡ് നിങ്ങളുടെ ഫോണിൽ സ്കാൻ ചെയ്തുകൊണ്ട് ഈ ഒരു OnePlusൻ്റെ ലോഞ്ച് ഇവൻറ്റ് നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ലോഞ്ച് ഇവൻറ്റ് നിങ്ങളുടെ റൂമിലിരുന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്ലേസിൽ വെർച്വൽ റിയാലിറ്റിയിലൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. വെർച്വൽ റിയാലിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ 24 ന്യൂസൊക്കെ കാണാറില്ലേ, അപ്പോൾ ആ ഒരു സെറ്റപ്പിൽ നിങ്ങൾക്ക് ഈ ഒരു OnePlus നോഡിൻ്റെ ലോഞ്ച് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. പുതിയൊരു രീതിയാണ് OnePlus അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു OnePlus Nord Liteൻ്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 5G പ്രോസസ്സർ, ഒരു സ്നാപ്ഡ്രാഗൺ 600 സീരീസിലെ ഏറ്റവും പുതിയൊരു പ്രോസസ്സറായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുകയെന്നും അതുപോലെ തന്നെ കുറച്ച് സ്പെക് ആൻഡ് ഫീച്ചേഴ്സൊക്കെ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ കൂടുതൽ സ്പെക് ആൻഡ് ഫീച്ചേഴ്സ് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാൻ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഞെക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അത് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്നാപ്ഡ്രാഗൺ 600 സീരീസിലെ ഏറ്റവും പുതിയൊരു ചിപ്സെറ്റുമായിട്ട് ഒരു 5G കണക്ടിവിറ്റിയോട് കൂടിയായിരിക്കും ഈ ഒരു OnePlusൻ്റെ സ്മാർട്ട് ഫോൺ 15,000 രൂപ റേഞ്ചിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അത് ഈ ഒരു വീഡിയോയുടെ സോഴ്സ് കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഗ്രീക്ക് ബെഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്മാർട്ട് ഫോണാണ് ഈ ഒരു OnePlusൻ്റെ Nord Lite എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ട്രൂ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം OnePlus നോഡ്, ഈ ഒരു നോഡ് സ്മാർട്ട് ഫോണിൻ്റെ കുറച്ച് സ്പെക് ആൻഡ് ഫീച്ചേഴ്സും അതുപോലെ തന്നെ ഇതിൻ്റെ മോഡൽ നമ്പറും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സ്പെക്കും ഫീച്ചേഴ്സും എല്ലാം ഈ ഒരു ഗ്രീക്ക് ബെഞ്ചിൽ ലിസ്റ്റ് ചെയ്ത ഇൻഫർമേഷൻസ് അനുസരിച്ചായിരുന്നു നമുക്ക് ലഭിച്ചിരുന്നത്. അത് ഓൾറെഡി സത്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു OnePlus Nord Lite നമുക്ക് ഉടനെ തന്നെ പ്രതീക്ഷിക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ റെഡ്മി, റിയൽമി പോലുള്ള മിഡ്-റേഞ്ച് ഭരിക്കുന്ന സ്മാർട്ട് ഫോണുകൾക്ക് ഇത് തികച്ചും ഒരു വെല്ലുവിളി തന്നെ ആവുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇനി നമുക്ക് OnePlus നോഡിൻ്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഗ്രീക്ക് ബെഞ്ചിൽ ലിസ്റ്റ് ചെയ്ത അനുസരിച്ച് ഈ ഒരു ഇതിൻ്റെ മോഡൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OnePlus നോഡിൻ്റെ മോഡൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OnePlus AC 2003 എന്നായിരുന്നു ആ ഒരു ഗ്രീക്ക് ബെഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ OnePlus Nord Liteൻ്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മോഡൽ എന്ന് പറയുന്നത് OnePlus BE 2028 എന്നാണ്. അതുപോലെ തന്നെ അതിൻ്റെ സിംഗിൾ കോർ സ്കോറും മൾട്ടി കോർ സ്കോറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ Android 10 ഓപ്പറേറ്റിംഗ് സിസ്റ്റവും അതുപോലെ മദർ ബോർഡ് എന്ന് പറയുന്നത് ലിറ്റോ ആയിരിക്കും. അതായത് ഒരു സ്നാപ്ഡ്രാഗൺ ബേസ്ഡ് ഒരു മദർ ബോർഡായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് കാണാൻ സാധിക്കുകയെന്ന് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 1.71 GHz ആയിരിക്കും ഇതിൻ്റെ ഒരു ബേസ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. 8 കോർ പ്രോസസ്സറായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോണിന് ഉണ്ടായിരിക്കുക. സ്നാപ്ഡ്രാഗൺ 690 5G ആയതുകൊണ്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ട്രൂ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ചെറിയ ഡിസൈനും കാര്യങ്ങളെല്ലാം ഇപ്പോൾ ലീക്ക് ചെയ്തിരിക്കുന്നത്. ഇത് തികച്ചും ഒരു റൂമറാണ്. ഇത് ഓൺലൈനിലൂടെ നമുക്ക് ലഭിച്ച ഒരു ഇമേജാണ്. തികച്ചും റൂമറായിട്ടുള്ള ഒരു ഇമേജാണ്. ഇനി നമുക്ക് സ്നാപ്ഡ്രാഗൺ 690 പ്രോസസ്സറിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രോസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗണിൻ്റെ 600 സീരീസിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രോസസ്സറാണ് ഈ ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത്. ക്രയോ 560 ഈ ഒരു പ്രോസസ്സറിൽ നമുക്ക് കിട്ടുന്നത്. അതായത് സ്നാപ്ഡ്രാഗൺ 600 സീരീസിലെ മറ്റ് പ്രോസസ്സറിനെ അപേക്ഷിച്ച് ഈ ഒരു പ്രോസസ്സർ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. എങ്കിലും ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് വരുന്നത് ഒരു 2.0 GHz മാത്രമേ വരുന്നുള്ളൂ. ഈ ഒരു പ്രോസസ്സർ നമുക്ക് സ്നാപ്ഡ്രാഗൺ 765 കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കുറച്ച് സ്പെക് ആൻഡ് ഫീച്ചേഴ്സും സ്പെക് ഷീറ്റും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. CPU എന്ന് പറയുന്നത് ഒക്ടാകോണിൻ്റെ ക്രയോ 560 ആയിരിക്കും 690. അതേസമയം 765 നോക്കിക്കഴിഞ്ഞാൽ ക്രയോ 475 ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും CPU കുറച്ചുകൂടി ബെറ്റർ സ്നാപ്ഡ്രാഗൺ 690 ആണ്. എന്ന് വെച്ചിട്ട് ഒരിക്കലും ഈ ഒരു സ്നാപ്ഡ്രാഗൺ 690ക്ക് 765ൻ്റെ അത്രയും പെർഫോമൻസ് ലെവലും കാര്യങ്ങളൊന്നും കിട്ടില്ല. കാരണം ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് വരുന്നത് 2 GHz ഉള്ളൂ. അതേസമയം സ്നാപ്ഡ്രാഗൺ 765 നോക്കിക്കഴിഞ്ഞാൽ
2.4 GHz ക്ലോക്ക് സ്പീഡ് അവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 765 എന്ന് പറയുന്നത് ഒരു 7nm പ്രോസസ്സറാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് എന്തായാലും സ്നാപ്ഡ്രാഗൺ 765 നിന്നേ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. എങ്കിൽ കൂടിയും മറ്റ് സ്നാപ്ഡ്രാഗൺ 600 സീരീസിലെ പ്രോസസ്സറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്നാപ്ഡ്രാഗൺ 690 എന്ന് പറയുന്നത് കുറച്ചുകൂടി ബെറ്ററാണ്. ഇതാണ് ഇപ്പോഴേക്കും ലഭിച്ചിരിക്കുന്ന ഏറ്റവും മികച്ചൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രോസസ്സറിനെ സംബന്ധിച്ച്. മറ്റു കാര്യങ്ങളും ഇതിൻ്റെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഒരു ട്രിപ്പിൾ ക്യാമറയാണെന്നൊക്കെ പറഞ്ഞിട്ട് റൂമേഴ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതൊന്നും ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്യുന്നില്ല, കാരണം അതൊക്കെ വെറും റൂമർ മാത്രമാണ്. ഇതാണ് ഇപ്പോഴേക്കും നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ട്രൂ ആയിട്ടുള്ള ഒരു സ്പെക്ക് എന്ന് പറയുന്നത്. ഉടനെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. ഒരു 17,000 രൂപ റേഞ്ചിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ ചാൻസ് കുറവാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ONEPLUSൻ്റെ നോഡ് ലോഞ്ച് ചെയ്യുക ഒരു 25 to 30K അറൗണ്ട് ആയിരിക്കും അതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു 20 to 25 ആയിരിക്കും ഈ ഒരു ONEPLUS Nord Liteൻ്റെ പ്രൈസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇത് കൺഫർമേഷനും റൂമറും കാര്യങ്ങളൊന്നുമല്ല, ജസ്റ്റ് എൻ്റെ ഒരു ഒപ്പീനിയനാണ്. അതുപോലെ തന്നെ ഈ ഒരു ഫോണിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ. മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് നാളെ കാണാം. ഗുഡ് ബൈ ഗൈസ്.